തൃശൂർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സന്നിക്കെതിരായ വ്യാജ ലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്നാണ് നാരായണദാസിനെ പിടികൂടിയത്. ചാലക്കുടി പോട്ട സ്വദേശി ഷീല സന്നിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലാണ് അറസ്റ്റ്. നാരായണദാസിനെ പിടിച്ചത് ഇപ്പൊ ഞാൻ ചാനൽക്കാർ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഈ വാർത്ത അറിയുന്നത്. ഞാനിപ്പോ വീട്ടിലല്ല, ഞാനൊരു വേറൊരു ഫംഗ്ഷന് വന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെ വിളിച്ചപ്പോഴാണ് ഞാനിത് അറിയുന്നത്. അപ്പൊ അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇത്ര ദിവസമായിട്ട് ഒരു വിവരം, കേസിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായില്ല. എല്ലാരും എന്നോട് ചോദിക്കായിരുന്നു. അപ്പൊ ഇത് പിടിച്ചതിൽ സന്തോഷമുണ്ട്. പിടിച്ചു കഴിഞ്ഞാണല്ലോ ഇത് ആർക്ക് വേണ്ടിയാ ചെയ്ത് അങ്ങനെയാണൊക്കെ അറിയുള്ളൂ. ഈ നാരായണദാസൻ പറയുന്ന വ്യക്തിനെ എനിക്കറിയില്ല. നാരായണദാസിനെ ഞാൻ കണ്ടിട്ടുമില്ല. നാരായണദാസിന്റെ പേര് തന്നെ ഞാൻ ചാനലിലൊക്കെ വരുമ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, മുഖ്യപ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തൃശൂർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സന്നിക്കെതിരായ വ്യാജ ലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. നാരായണദാസാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് നാരായണദാസിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ചാലക്കുടി പോട്ട സ്വദേശി ഷീല സന്നിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലാണ് അറസ്റ്റ്. പ്രമാദമായ ഒരു കേസിൽ. സാനു, കേൾക്കാമെങ്കിൽ എപ്പോഴായിരുന്നു സംഭവം? മുഖ്യപ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സന്നിക്കെതിരായ വ്യാജ ലഹരി മരുന്ന് കേസിലെ മുഖ്യപ്രതി നാരായണദാസ് പിടിയിലായിരിക്കുകയാണ്. ബംഗളൂരുവിൽ നിന്നാണ് നാരായണദാസിനെ പിടികൂടിയിരിക്കുന്നത്. ചാലക്കുടിയിലെ കോട്ട സ്വദേശി ഷീല സന്നിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലാണ് ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നാളെ ഇദ്ദേഹത്തെ തൃശൂർ പോലീസ് ചാലക്കുടിയിൽ എത്തിക്കുമെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ ഒരു നിർണായകമായ അറസ്റ്റിന് നടപടി ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിയായ നാരായണദാസിനെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നേരത്തെ തള്ളിയിട്ടുള്ളതാണ്. കോടതിയിൽ നിന്ന് ഒരു സഹതാപവും നാരായണദാസ് പ്രതീക്ഷിക്കുന്നില്ലെന്നും അന്ന് കോടതി വ്യക്തമാക്കിയതാണ്. അതായത് 72 മണിക്കൂർ, അത് ഷീല സന്നി 72 ദിവസത്തിനടുത്ത് ജയിലിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2023 മാർച്ച് 27-നാണ് ഷീല സന്നിയെ സ്കൂട്ടറിൽ നിന്നും ബാഗിൽ നിന്നും LSD സ്റ്റാമ്പുകൾ എന്ന് പറയുന്ന വസ്തുക്കളുമായി പിടികൂടുന്നത്. തുടർന്ന് 72 ദിവസം ഷീല സന്നി ജയിലിലാവുകയും ചെയ്യുന്നു. പിന്നീട് നടത്തിയിട്ടുള്ള രാസപരിശോധനയിലാണ് വ്യാജ ലഹരിയാണെന്ന് വ്യക്തമായതോടെയാണ് ഷീല സന്നി ഈ കേസിൽ നിന്നും മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ നാരായണദാസിനെ പിടികൂടുന്നത്. എന്തായാലും നാളെ ഇദ്ദേഹത്തെ തൃശ്ശൂരിൽ എത്തിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.